മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 പുറത്തിറങ്ങിയ ഒരു ടൈം ട്രാവൽ സൂപ്പർ ത്രില്ലർ മിസ്റ്ററി മൂവിയാണ് മിറാഷ്. 1989 മരണപ്പെടുന്ന ലീക്കോ ലസാർത്തെ എന്ന പയ്യന്റെ മരണം 25 വർഷങ്ങൾക്ക് ശേഷം പഴയൊരു TV ക്യാമറയിലൂടെ ഇല്ലാതാക്കുന്നതും തന്മൂലം മകളും ഭർത്താവും അടങ്ങുന്ന സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന വേര എന്ന സ്ത്രീയുടെ കഥയാണ് മിറാഷ്. പ്രേക്ഷകരെ മൊത്തത്തിലൊന്ന് കുഴപ്പിക്കുന്ന ഒരു സൂപ്പർ മിസ്റ്ററി മൂവി. കഥ തുടങ്ങുന്നത് 1989 നവംബർ 9 കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു TV-യിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ കേൾപ്പിച്ചുകൊണ്ടാണ്. അതുവരെയില്ലാത്ത ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിക്കുന്നുണ്ട്. നീക്കോ എന്നു പേരുള്ള ഒരു ആൺകുട്ടിയെയാണ് പിന്നീട് കാണിക്കുന്നത്. അവൻ TV-യിൽ ക്യാമറ കണക്ട് ചെയ്തുകൊണ്ട് താൻ ഗിത്താർ പ്ലേ ചെയ്യുന്നതും പാട്ട് പാടുന്നതുമൊക്കെ ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നീക്കോയുടെ അമ്മ താൻ ജോലിക്ക് പോകുകയാണ് എന്ന് നീക്കോയോട് പറഞ്ഞുകൊണ്ട് കാറിൽ പോകുന്നു. ആ സമയം തന്നെ റോഡരികിൽ നിർത്തിയിട്ട കാറിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതാണ് വീസ്. കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നതിനിടെ നീക്കോ എതിരെയുള്ള വീട്ടിൽ എന്തോ ബഹളം കേൾക്കുന്നു. ആ വീട്ടിൽ ചെന്ന് നോക്കുന്ന നീക്കോ കാണുന്നത് മരിച്ചു കിടക്കുന്ന വീസ് എന്ന സ്ത്രീയെയും കയ്യിൽ കത്തിയുമായി ഇറങ്ങി വരുന്ന വീസിന്റെ ഹസ്ബൻഡ് ഏഞ്ചൽ പ്രിത്തോയുമാണ്. അത് കണ്ട് ഭയന്ന് ഏഞ്ചലിന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്ന നീക്കോയെ റോഡിൽ വെച്ച് ഒരു വണ്ടി ഇടിക്കുകയും നീക്കോ മരണപ്പെടുകയും ചെയ്യുന്നു. അത് കണ്ടു നിൽക്കുന്ന നീക്കോയുടെ ഫ്രണ്ട് ഐത്തറിനെയും ആ സമയം കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് 25 വർഷങ്ങൾക്കപ്പുറം മകളായ ഗ്ലോറിയയുടെ കൂടെ കിടന്നുറങ്ങുന്ന വേര റോയിയെയാണ്. വേര ഹസ്ബൻഡ് ദാവീദിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ദാവീദ് ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ജോലി കൂടുതലായതുകൊണ്ട് താൻ വരാൻ വൈകുമെന്ന് ദാവീദ് പറയുന്നു. വേരയും ഫാമിലിയും അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് താമസം മാറുകയാണ്. പുതിയ വീട്ടിലേക്ക് വേരയുടെ മുൻകാമുകനായ ഐത്തോറിനെയും അയാളുടെ അമ്മ ക്ലാരയെയും വേര അത്താഴത്തിന് വിളിക്കുന്നു. ഐത്തോർ എയർലൈൻ കമാൻഡറാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നേഴ്സായ വേരയും അവളുടെ ഫ്രണ്ട് മോണിക്കയും ചേർന്ന് ഒരു രോഗിയെ സർജറിക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരു ന്യൂറോ സർജൻ ആകണമെന്ന് ആഗ്രഹിക്കുന്ന വേര മകൾ ഗ്ലോറിയയുടെ ജനനത്തോടെ മെഡിസിൻ പഠനം നിർത്തുകയും നേഴ്സായി ജോലി ചെയ്യുകയുമാണ്. പുതിയ വീട്ടിൽ ഗ്ലോറിയയ്ക്കായി വേര ഊഞ്ഞാലൊക്കെ കെട്ടുന്നുണ്ട്. ദാവിദ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് ദാവിദിന്റെ മുൻ കാമുകി ഉർസുലയെക്കുറിച്ചൊക്കെ ദാവിദും വേരയും സംസാരിക്കുന്നുണ്ട്. പിന്നീട് ആ പുതിയ വീട്ടിൽ നിന്ന് പഴയൊരു TV-യും കാസറ്റുകളും ക്യാമറയുമൊക്കെ കിട്ടുന്നുണ്ട്. അത് ഓണാക്കി നോക്കുമ്പോൾ 1989 നീക്കോ അന്ന് റെക്കോർഡ് ചെയ്തു വെച്ച പാട്ടുകളൊക്കെ അതിൽ കാണാം. കാസറ്റ് റിമൂവ് ചെയ്തതിന് ശേഷവും TV തന്നെ ഓണാകുകയും 1989 ന്യൂസുകളൊക്കെ കാണുന്ന ദാവീദും വേരയും അമ്പരന്ന് പോകുന്നുണ്ട്. ഈ കാര്യത്തെപ്പറ്റി അത്താഴം കഴിക്കാനെത്തിയ ഐത്തോറിനോട് പറയുമ്പോൾ അത് ഐത്തോറിന്റെ ഫ്രണ്ട് നീക്കോ ലസാർത്തയാണെന്നും അയൽ വീട്ടുകാരൻ അയാളുടെ ഭാര്യയെ കൊന്ന കാര്യവും അതിനുശേഷം അത് കാണുന്ന നീക്കോ ലസാർത്ത വണ്ടി ഇടിച്ച് മരിച്ചെന്നും പിറ്റേ ദിവസം നീക്കോയുടെയും ഐത്തോറിന്റെയും സ്കൂളിലെ ക്ലോക്കിനടുത്ത് ഇടിമിന്നലടിച്ചതും ഒരാഴ്ചയോളം കറണ്ട് സ്കൂളുമൊക്കെ ഇല്ലാതിരുന്നതൊക്കെ പറയുന്നു. എന്നാൽ ഇത് കേട്ട് അസ്വസ്ഥയാകുന്ന ഐത്തോറിന്റെ അമ്മ ആ സംസാരം നിർത്താൻ പറയുന്നു. ആ രാത്രി ശക്തമായ കാറ്റും മിന്നലൊക്കെ കേട്ട് പേടിച്ച ഗ്ലോറിയയെ വേര ഉറക്കി കിടത്തുന്നു. ശേഷം ഐത്തോർ പറഞ്ഞ കൊലപാതകത്തെപ്പറ്റി ദാവിദ് നെറ്റിൽ നോക്കുമ്പോൾ ഏഞ്ചൽ പ്രീത്തോ എന്ന കൊലപാതകി ജയിലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു. അയാൾ ഭാര്യയെ കൊന്ന് അയാളുടെ അറവുശാലയിൽ കുഴിച്ചിടാനാണ് തീരുമാനിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു. പിന്നീട് ദാവിദിന്റെ പോക്കറ്റിൽ നിന്നും മാച്ച് ബോക്സ് കണ്ടെത്തുന്ന വേരയെ തമാശകൾ പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയും ശേഷം മാച്ച് ബോക്സ് വലിച്ചെറിയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഉറങ്ങിക്കിടന്നിരുന്ന വേര കേൾക്കുന്നത് TV വർക്ക് ചെയ്യുന്നതാണ്. ഇത് കേട്ട് വേര ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. ആ TV-യിൽ അവൾ 1980 നീക്കോയെ കാണുന്നു. കാസറ്റിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളായിരിക്കുമെന്ന് കരുതുന്ന വേരയോട് നീക്കോ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഭാവിയിൽ നീക്കോ മരണപ്പെടുമെന്ന് അറിയാവുന്ന വേര താനിപ്പോൾ താമസിക്കുന്നത് നീക്കോയുടെ വീട്ടിലാണെന്നും നീക്കോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന TV-യും കാസറ്റുകളും ക്യാമറയും ഒക്കെ തൻ്റെ അടുത്ത് ഉണ്ടെന്നുമൊക്കെ പറയുന്നു. നീക്കോയുടെ സുഹൃത്തായ ഐത്തോറിനെ വെൽപെനഡോ സ്റ്റേഷനിൽ വെച്ച് വേര പരിചയപ്പെടുന്നതും ഐത്തോറ് വെൽപെനഡോ സ്റ്റേഷനിൽ വെച്ച് ദാവിദിനെ പരിചയപ്പെടുത്തുന്നതൊക്കെ അപ്പോൾ വേര നീക്കോയോട് പറയുന്നുണ്ട്. ബഹളം കേൾക്കുന്ന സ്ഥലത്തേക്ക് പോകരുതെന്നും വണ്ടി ഇടിച്ച് നീ മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വേര അലറിക്കരയുന്നുണ്ട്. പക്ഷെ പിന്നീട് TV കണക്ഷൻ നഷ്ടമാകുന്നുണ്ട്. വണ്ടിയിടിക്കാതെ രക്ഷപ്പെടുന്ന നീക്കോ അമ്മയോട് താൻ ഭാവിയിലുള്ള ഒരു സ്ത്രീയെ കണ്ടതും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു.
ഇവിടെ നിന്നങ്ങോട്ട് കഥ മാറുകയാണ്. ഇപ്പോൾ കാണുന്നത് ഹോസ്പിറ്റൽ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന വേരയെയാണ്. അവിടെ നിന്നും എണീക്കുന്ന വേര ചുറ്റും നോക്കുന്നു. ഒരു നേഴ്സ് വന്ന് വേരയെ സർജറിക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ ആ പേഷ്യന്റിനെ കാണുന്ന വേര ഇയാളുടെ സർജറി കഴിഞ്ഞതാണെന്നും ഡോക്ടർ ഫെല്ലാണ് അത് ചെയ്തതെന്നും പറയുന്നു. എന്നാൽ നേഴ്സ് വേരയെ ഡോക്ടർ വേര എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന വേര ഞെട്ടിപ്പോകുന്നു. ഇതേ സമയം നീക്കോ സ്കൂളിൽ പോകുന്നതും ക്ലോക്കിനടുത്ത് ഇടിമിന്നൽ കാണുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വേര തൻ്റെ മകളായ ഗ്ലോറിയയെ അന്വേഷിച്ച് സ്കൂളിലെത്തിയെങ്കിലും ടീച്ചർക്കും ഗ്ലോറിയയുടെ ഫ്രണ്ടിനും ഗ്ലോറിയയെക്കുറിച്ച് അറിയുന്നില്ല. അവിടെ നിന്നും വേര ദാവീദ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നു. ഗ്ലോറിയയുടെ കാര്യം ദാവീദിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാവീദിന് വേരയെ മനസ്സിലാകുന്നില്ല. ഇതേ സമയം നീക്കോയെ കാണിക്കുന്നു. നീക്കോ ഐത്തോറിൻ്റെ വീട്ടിൽ ചെല്ലുകയും അടുത്ത വീട്ടിൽ ബഹളം കേട്ടതൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ജീവിതം തന്നെ മാറിമറിഞ്ഞ വേര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടർ ലെയ്ലയോട് കാര്യങ്ങൾ പറയുന്നു. ഇൻസ്പെക്ടർ വേരയോട് നിങ്ങൾ ദാവീദിൻ്റെ ഭാര്യയല്ലെന്നും ഗ്ലോറിയ എന്ന് പറയുന്ന ഒരു മകൾ നിങ്ങൾക്കില്ലെന്നുമൊക്കെ പറയുന്നുണ്ട്. ഭാവിയിലെ സ്ത്രീയോട് ക്യാമറയും ഓണാക്കി സംസാരിക്കാൻ കാത്തു നിൽക്കുന്ന നീക്കോയെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏഞ്ചൽ പ്രീത്തോയുടെ വീട്ടിൽ വെച്ച് ക്ലാരയുടെ ബ്രദർ പ്രീത്തോയ്ക്ക് ഒരു പാസ്പോർട്ട് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. വേരയുടെ മാനസിക നില പരിശോധിക്കുന്ന ഡോക്ടർ വേരയ്ക്ക് മറ്റസുഖങ്ങളൊന്നുമില്ലെന്നും ദാവീദിന്റെ സർജറി ചെയ്തത് വേരയാണെന്ന് പറയുമ്പോൾ അത് താനല്ല ചെയ്തതെന്നും തനിക്ക് സർജറി ചെയ്യാൻ അറിയില്ലെന്നും ദാവീദിന്റെ സർജറിയുടെ ദിവസം തനിക്ക് പനിയായിരുന്നുവെന്നും അതിനാൽ മോണിക്കയാണ് ദാവീദിനെ നോക്കിയതെന്നുമൊക്കെ പറയുന്നുണ്ട്. മാനസികമായി തളർന്ന വേര ആ നിമിഷം തൊട്ട് പലതും മനസ്സിലാക്കാൻ തുടങ്ങി. ആ കൊടുങ്കാറ്റ് വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും താൻ കാരണം നീക്കോ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നും വേര തിരിച്ചറിയുന്നു. കാറിൽ അറവുശാലയിലേക്ക് പോകുന്ന പ്രീത്തോയെ കാണുന്ന നീക്കോ അയാളുടെ വീട്ടിൽ കയറി അവിടെയാകെ തിരയുന്നു. ബാത്തബിൽ മരിച്ചു കിടക്കുന്ന വീസിനെ കാണുന്ന നീക്കോ ഭയന്നു പോകുകയും ക്ലാരയുടെ ബ്രദർ പ്രീത്തോയ്ക്ക് നൽകുന്ന പാസ്പോർട്ട് ആരുടെയാണെന്നും കണ്ടെത്തുന്നു. അത് ക്ലാരയുടെ ഫോട്ടോ പതിച്ച പാസ്പോർട്ടാണ്. ഈ സമയം വീട്ടിൽ തിരിച്ചെത്തുന്ന പ്രീത്തോയെ കണ്ട് നീക്കോ പ്രീത്തോയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിക്കുന്നു. അറവുശാലയിൽ നിന്നും കൊണ്ടുവന്ന മെഷീൻ ഉപയോഗിച്ച് പ്രീത്തോ വീസിന്റെ ശരീരം മുറിച്ച് 2 പെട്ടികളിലാക്കുന്നുണ്ട്. ഈ സമയം അവിടെ നിന്ന് ഒരു വാച്ച് കിട്ടുന്ന നീക്കോ അതിൽ CM എന്നെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ഡോർ ആരോ പൊളിച്ച് തുറന്നതായി കാണാം. എന്നാൽ ആ വീട്ടിൽ മറ്റൊരു ഫാമിലിയാണ് ഇപ്പോഴുള്ളത്. അത് ദാവീദിൻ്റെയും ഭാര്യ ഉർസുലയുടെയും വീടാണ്. ഇതിനിടെ ഇവളാണ് തൻ്റെ സർജറി ചെയ്തതെന്ന് ഡോക്ടർ ഫെൽ പറഞ്ഞിരുന്നു എന്ന് ദാവീദ് ഉർസുലയോട് പറയുന്നു. തുടർന്ന് പോലീസ് വീട്ടിൽ അതിക്രമിച്ച് കയറിയ വേരയെ പിടിക്കാൻ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഏഞ്ചൽ പ്രീത്തോയുടെ ഭാര്യയായി കാണിക്കുന്നത് ക്ലാരയെയാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. 1989 പ്രീത്തോയുടെ കട്ടിലിനടിയിലിരിക്കുന്ന നീക്കോ ആ വാച്ച് മറ്റൊരു സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിയുന്നു. കാർ ഓടിക്കുന്നതിനിടയിൽ കാറിൽ വേരയെ കാണുന്ന ഐത്തോർ പേടിച്ച് കാർ നിർത്തുന്നുണ്ട്. ഐത്തോറും വേരയും കണ്ടുമുട്ടിയത് എങ്ങനെയെന്നും ദാവീദിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നുമൊക്കെ വേര ഐത്തോറിനോട് പറയുന്നു. 2001 ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവരാണ് വേരയും ഐത്തോറെന്നും വാൽപ്പിനഡോ സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നതുമൊക്കെ വേര പറയുന്നുണ്ട്. അതിനുശേഷം ഐത്തോറ് വേരയ്ക്ക് ദാവീദിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഐത്തോറിന് കൈ കൊടുക്കുന്ന സമയത്ത് വേരയ്ക്ക് ചില ഭൂതകാല ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. ആ ഓർമ്മയിൽ ട്രെയിനിൽ വേരയുടെ അടുത്ത് യാത്ര ചെയ്യുന്നത് ഐത്തോറിന് പകരം മറ്റാരോ ആണ്. ഐത്തോറിനോട് നീക്കോ ലസാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏഞ്ചൽ മുൻ ഭാര്യയായ വീസിനെ കൊല്ലുന്നില്ലെന്നും ഏഞ്ചൽ പാവമാണെന്നും വീസ് അവരുടെ കാമുകനോടൊപ്പം സ്ഥലം വിട്ടതാണെന്നും പറയുന്നു. എയർപോർട്ടിലെ ടിവിയിൽ 1989 നടന്ന അതേ കൊടുങ്കാറ്റ് ഇപ്പോൾ ഉണ്ടാകുമെന്ന് തൻ്റെ ബുക്കിൽ എഴുതിയ കാരൻ സർദോനെ പറ്റി വേര കാണുന്നു. കാരൻ സർദോ അങ്ങനെ എഴുതിയത് നീക്കോ ലസാർത്തെ എന്ന ബാലൻ പറഞ്ഞതനുസരിച്ചാണെന്ന് വേരയും ഇൻസ്പെക്ടറും മനസ്സിലാക്കുന്നു. എന്നാൽ നീക്കോ എവിടെയെന്ന് കാരൻ സർദയ്ക്ക് അറിയില്ലായിരുന്നു. 1989 72 മണിക്കൂർ നീണ്ടുനിന്ന ആ ഇടിമിന്നലും കൊടുങ്കാറ്റും നിറഞ്ഞ കാലാവസ്ഥ ഒരിക്കൽ കൂടി ഉണ്ടാകുകയാണെങ്കിൽ ആ ടിവിയും ക്യാമറയും ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് തന്നെ കുടുംബവും മകളെയും തിരിച്ചു കിട്ടുമെന്ന് വേര മനസ്സിലാക്കുന്നു. നീക്കോയുടെ അടുത്തുള്ള ടിവിയും ക്യാമറയും വേണമെന്ന് പറയുന്ന വേരയോട് പോലീസിനെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സമയമെടുക്കുമെന്നും വിശ്വസിക്കാൻ തക്കതായ എന്തെങ്കിലും പറയാൻ വേരയോട് ഇൻസ്പെക്ടർ ലൈറ പറയുന്നു. അപ്പോഴാണ് ദാവീദുമായൊത്തുള്ള ആ അവസാന രാത്രിയിൽ ഏഞ്ചൽ പ്രീത്തോയുടെ സൂയിസൈഡിനെ പറ്റിയും കൊലപാതകത്തിനു ശേഷം അറവുശാലയിൽ തൻ്റെ ഭാര്യയെ കുഴിച്ചിടാൻ തീരുമാനിക്കുന്ന പ്രീത്തോയെ പറ്റിയൊക്കെ
ദാവീദ് പറയുന്നത് ഓർത്തത്. അറവുശാലയിൽ അസ്ഥികൂടം പിന്നീട് പോലീസ് കണ്ടെത്തുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഇൻസ്പെക്ടർ ലൈറ വേരയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. 1989 ഇപ്പോഴുമുള്ള ജീവിതത്തിനിടയിൽ ഇതുവരെ സംഭവിക്കാത്ത ദാവീദുമായുള്ള ജീവിതത്തെ വേരയ്ക്ക് എങ്ങനെയാണ് ഓർമ്മയുള്ളത് എന്ന്. ചോദ്യം ശരിയാണ്. നീക്കോയുടെ മരണം നടക്കാത്തതിനാലും ദാവീദിനെ കണ്ടുമുട്ടാത്തതുകൊണ്ടും വേരയ്ക്ക് തീർച്ചയായും മറ്റൊരു ജീവിതം ഉണ്ടായിരിക്കേണ്ടതല്ലേ. പക്ഷെ ആ ജീവിതം വേരയ്ക്ക് ഓർമ്മയില്ല. പകരം ഗ്ലോറിയയെയും ദാവീദിനെയും മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ഇൻസ്പെക്ടർ പിന്നീട് വേരയ്ക്ക് ഒരു പേപ്പർ കൊടുക്കുന്നു. അതിലൊരു ഹോട്ടലിൻ്റെ പേരും റൂം നമ്പറും കാണാം. അവിടെ പോയാൽ നീക്കോയെ പറ്റി നീ മനസ്സിലാക്കുമെന്ന് ഇൻസ്പെക്ടർ ലൈറ പറയുന്നു. ഇതേ സമയം വീസിൻ്റെ അസ്ഥികൂടം കിട്ടിയതോടെ അറസ്റ്റിലാകുന്ന ഏഞ്ചലിനെയും ക്ലാരയെയും ക്ലാരയുടെ ബ്രദറിനെയും കാണാം. ഉർസുല ഈ അറസ്റ്റിൻ്റെ കാര്യങ്ങൾ ദാവീദിനെ വിളിച്ച് പറയുന്നു. ഇപ്പോഴാണ് ദാവീദിൻ്റെ കള്ളത്തരത്തെപ്പറ്റി വേര മനസ്സിലാക്കുന്നത്. ഇൻസ്പെക്ടർ കൊടുത്ത ഹോട്ടൽ റൂമിൽ ദാവീദിനെയും വേരയുടെ ഫ്രണ്ട് മോണിക്കയെയും മറ്റൊരു സാഹചര്യത്തിൽ വേര കാണുന്നു. ദാവീദ് സർജറി സമയം തൊട്ട് തന്നെ മോണിക്കയോടൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന വേര ദാവീദ് തന്നെയും ആ സമയത്ത് ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്ന ദാവീദ് വഴി വേരയ്ക്ക് നീക്കോയെ കണ്ടെത്താമാകുമായിരുന്നു. ഇതിനിടെ ഏഞ്ചലിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഭാര്യയായ വീസ് ജർമ്മനിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയ ദിവസം ഏഞ്ചലിൻ്റെ വീട്ടിലേക്ക് ക്ലാര എത്തുന്നു. ഏഞ്ചലും ക്ലാരയും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായി വീസ് ജർമ്മനിയിലേക്ക് പോകുകയാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏഞ്ചലിനോടൊപ്പം ചിലവഴിക്കുന്ന ക്ലാരയെ കണ്ട് ഏഞ്ചലിനെ കൊല്ലാൻ ശ്രമിക്കുന്ന വീസിന് ക്ലാരയിൽ നിന്നും കുത്തേൽക്കുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ക്ലാരയുടെ വാച്ചാണ് പിന്നീട് നീക്കോയ്ക്ക് കട്ടിലിൻ്റെ അടിയിൽ നിന്നും ലഭിക്കുന്നത്. നീക്കോ ഈ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നുണ്ടെങ്കിലും പോലീസ് വിശ്വസിക്കുന്നില്ല. അവർ നീക്കോയെ കൊണ്ട് ആ വാച്ച് ഏഞ്ചലിന് തിരിച്ചു കൊടുപ്പിക്കുന്നു. നീക്കോയുടെ മാനസിക നില തെറ്റാണെന്ന് പറയുന്ന ഏഞ്ചലിനോട് നീക്കോയുടെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഇൻസ്പെക്ടർ ലൈറ പറയുന്നുണ്ട്. എൻ്റെ പേര് നീക്കോ ലസാർത്തെ ലൈറ എന്നാണെന്ന് ഇൻസ്പെക്ടർ ലൈറ വെളിപ്പെടുത്തുന്നത് അപ്പോഴാണ്. നീക്കോ ഭാവി കാലത്തിൽ നിന്ന് വന്ന ആ സ്ത്രീ മടങ്ങി വരുമെന്ന് കരുതി ഒരുപാട് കാലം കാത്തിരിക്കുന്നുണ്ട്. നീക്കോ പറഞ്ഞത് സത്യമാണെന്ന് അവന് തെളിയിക്കണമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി വാൽപ്പിനിട എന്നൊരു സ്റ്റേഷന്റെ പേര് മാത്രമായിരുന്നു നീക്കോയ്ക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. അവനവിടെ വേരയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ പയ്യന്റെ സ്ഥാനത്ത് ഇൻസ്പെക്ടർ ലൈറയെയാണ്. അങ്ങനെ ഒരിക്കൽ ഭാവി കാലവും ഭൂതകാലവും ഒന്നിക്കുന്ന ആ ഒരു നിമിഷത്തിൽ വേരയെ നീക്കോ കാണുന്നു. ആ ട്രെയിനിൽ ഐത്തോറിൻ്റെ സ്ഥാനത്ത് വേര പരിചയപ്പെടുന്നത് നീക്കോയെ തന്നെയാണ്. ദാവീദിൻ്റെ സഹായത്തോടെ നീക്കോയുടെ വീട്ടിലെത്തുന്ന വേര കാണുന്നത് നീക്കോയോടൊപ്പമുള്ള വേരയുടെ ഫോട്ടോസാണ്. ഐത്തോറിനെ തമ്മിൽ കാണാത്ത, ദാവീദിനെ കണ്ടുമുട്ടാത്ത വേരയുടെ ജീവിതം നടക്കുന്നത് നീക്കോ ലൈറാത്തയുടെ കൂടെയാണ്. വേര തന്നെ മറന്നെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നീക്കോ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ജീവിതം വേര ഓർക്കുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ നീക്കോ. ഇത്രയൊക്കെ കേട്ടിട്ടും ക്യാമറയും ടിവിയും ചോദിക്കുന്ന വേരയോട് അതൊക്കെ താൻ ഒഴിവാക്കിയെന്ന് നീക്കോ പറയുന്നു. എന്നാൽ ദാവീദിൻ്റെയും ഉർസുലയുടെയും വീട് പൊളിച്ച് അതെടുത്തത് നീയല്ലേ എന്ന് വേര നീക്കോയോട് ചോദിക്കുന്നുണ്ട്. ദാവീദിൻ്റെ സ്വഭാവം കാണിച്ചു തന്നതും തന്നെ കണ്ടെത്താനും വേരയെ താൻ സഹായിച്ചെന്ന് നീക്കോ പറയുന്നു. എന്നിട്ടും വേര നീക്കോയോട് 1989 തിരിച്ചു പോകാനായിട്ട് പറയുന്നു. അവിടെ വെച്ച് വേരയെ മറക്കാൻ ആവശ്യപ്പെടുന്നു. ഏഞ്ചൽ പ്രീത്തോയെ മറക്കാൻ ആവശ്യപ്പെടുന്നു. അവരെ ഒന്നും മറന്നില്ലെങ്കിൽ അത് ക്ലാരയെയും എയ്ത്തോറിൻ്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന് വേരയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ എയ്ത്തോറിൻ്റെ ജീവിതത്തെ അത് ബാധിച്ചാൽ എയ്ത്തോർ വഴി ദാവീദിനെ തനിക്ക് പരിചയപ്പെടാൻ സാധിക്കില്ലെന്നും തൻ്റെ മകളായ ഗ്ലോറിയയെ തിരിച്ചു കിട്ടാനാകില്ലെന്നും വേര മനസ്സിലാക്കുന്നു. അതിനിടയിൽ നീക്കോ വേരയെ സ്പർശിക്കുന്ന സമയത്ത് നീക്കോയോടൊപ്പമുള്ള വേരയുടെ സുന്ദരമായ ജീവിതം വേരയ്ക്ക് കാണാനാകുന്നുണ്ട്. എന്നിട്ടും വേര നീക്കോയുടെ മുന്നിൽ വെച്ച് താഴേക്ക് ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. 1989 നീക്കോയ്ക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ ജീവിതം തിരിച്ചു നൽകുന്ന വേര ഇപ്പോൾ നീക്കോയോട് ആവശ്യപ്പെടുന്നത് തനിക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ ജീവിതം തിരിച്ചു തരണമെന്നാണ്. വേരയുടെ മരണം ഒഴിവാക്കുവാൻ വേണ്ടി നീക്കോ വീണ്ടും ടിവിയും ക്യാമറയും ഓണാക്കുന്നുണ്ട്. പിന്നീട് ടിവിയിലൂടെ 1989 നീക്കോയോട് ഇപ്പോഴുള്ള നീക്കോ സംസാരിക്കുന്നു. വേര മരിക്കാതിരിക്കാൻ വേണ്ടി 1989 നീക്കോയോട് സഹായിക്കാനായിട്ട് നീക്കോ ആവശ്യപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് ദാവീദിനൊപ്പം കിടക്കുന്ന വേരയെയാണ്. കൂടാതെ റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഗ്ലോറിയെ കാണുന്ന വേര സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. മുന്നിലുള്ള വീട്ടിൽ ഐത്തോറിനെയും അവിടെ കാണാം. ടിവിയും ക്യാമറയും ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് കാണുന്നില്ല.
നീക്കോ അത് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ദാവീദിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ ദാവീദ് വലിച്ചെറിഞ്ഞ ആ മാച്ച് ബോക്സിൽ കിട്ടുന്നുണ്ട്. മോണിക്കയോടൊപ്പം ദാവീദ് തന്നെ ചതിച്ചിരുന്നത് സത്യമാണെന്നും വേര മനസ്സിലാക്കുന്നു. വീസിനെ കൊന്ന കേസിൽ പിടിക്കപ്പെടാതെ സ്വതന്ത്രനായി നടക്കുന്ന ഏഞ്ചലിനെയും ക്ലാരയെയും വേര കാണുന്നുണ്ട്. അതിനുശേഷം ഏഞ്ചൽ കുഴിച്ചിട്ട വീസിന്റെ ശരീരം വേര കണ്ടെത്തുന്നു. എന്നാൽ ഇപ്പോഴും കേസ് അന്വേഷിക്കാൻ വരുന്നത് ഇൻസ്പെക്ടർ നീക്കോ ലസാർത്തെ ലേറോയാണ്. ഇത്തവണ നീക്കോയ്ക്ക് വേരയെ തിരിച്ചറിയാനാകുന്നില്ല. അതുതന്നെയായിരുന്നു വേര ആഗ്രഹിച്ചതും. ഈ ഒരു സീനോടുകൂടി മിറാഷ് എന്ന മിസ്റ്ററി മൂവി അവസാനിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു സൂപ്പർ മൂവിയുടെ സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.